ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെർനിയർ സ്കെയിലിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വെർനിയർ സ്കെയിലൊക്കെ എല്ലാവർക്കും നമ്മളെ ഫിസിക്സ് ലാബിലൊക്കെ കണ്ട് പരിചയമുണ്ടായിരിക്കും. അതുപോലെ നമ്മളെ ടെക്നിക്കൽ ഡ്രോയിങ്ങിലും ഒരു വെർനിയർ സ്കെയിലുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് ഡയഗണൽ സ്കെയിലിനെ മോഡിഫൈ ചെയ്ത ഒരു സ്കെയിലാണ് നമ്മളെ വെർനിയർ സ്കെയിൽ. ഇതിൽ പറഞ്ഞാൽ രണ്ട് ടൈപ്പ് സ്കെയിലുകളാണുള്ളത്. ഒന്ന് പ്ലെയിൻ സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിലും പിന്നെ ഒരു വെർനിയർ സ്കെയില് ആണ് ഉള്ളത്. ഇതിൽ പ്ലെയിൻ സ്കെയിലിൽ വന്നിട്ട് നമ്മൾ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അതിനെ നമ്മൾ പ്ലെയിൻ സ്കെയിൽ ഡിവിഷൻസ്, അതിൽ ഓരോ ഡിവിഷൻസ് നമ്മൾ പ്ലെയിൻ സ്കെയിൽ ഡിവിഷൻസ് അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് പറയും, MSD എന്ന് പറയും. ഈ ഒരു മെയിൻ സ്കെയിലിനോടൊപ്പം ഒരു വെർനിയർ സ്കെയിലും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലെ ഡിവിഷൻസിനെ നമ്മൾ VSD അല്ലെങ്കിൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറയുക. നമ്മുടെ പ്ലെയിൻ സ്കെയിലുള്ള ഡിവിഷൻസിൻ്റെ വീണ്ടും ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഡെസിമൽസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഫ്രാക്ഷൻസിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെർനിയർ സ്കെയിൽ ഇതിൻ്റെ ഒപ്പം വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലെയിൻ സ്കെയിലിൽ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഡിവിഷൻ്റെ വീണ്ടും ഒരു ഡിവിഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെർനിയർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു വെർനിയർ സ്കെയിലിൽ രണ്ട് പാർട്ടുകളാണുള്ളത്. ഒന്ന് പറഞ്ഞാൽ ഫിക്സഡ് പാർട്ടും രണ്ടാമത്തെ വന്നിട്ട് മൂവബിൾ പാർട്ടും. ഫിക്സഡ് പാർട്ട് പറയുന്നത് നമ്മുടെ പ്ലെയിൻ സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിലിനെയാണ് നമ്മൾ ഫിക്സഡ് പാർട്ട് എന്ന് പറയുക. അതുപോലെ മൂവബിൾ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ വെർനിയർ സ്കെയിലില്ലേ, അതിനെയാണ് നമ്മൾ മൂവബിൾ സ്കെയിൽ എന്ന് പറയുക. അത് വന്നിട്ട് നമ്മുടെ മെയിൻ സ്കെയിലിൽ വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിൻ്റെ സ്കെയിൽസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ മൂവബിൾ സ്കെയിൽ എന്ന് പറയുന്നത്. MSDയും VSDയും നമ്മൾ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ MSD അതായത് മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് മെയിൻ സ്കെയിലിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷനാണ് നമ്മൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ MSD എന്ന് പറയുക. വെർനിയർ സ്കെയിലിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ വെർനിയർ സ്കെയിൽ ഡിവിഷൻ അല്ലെങ്കിൽ VSD എന്നാണ് പറയുക. അതുപോലെ തന്നെ അടുത്തൊരു ടെക്നിക്കൽ ടേമാണ് ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സ്കെയിൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു അല്ലെങ്കിൽ ഡിവിഷനാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുക. സോ ഇതിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് LC ആയിട്ടാണ് അബ്രിവേറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ LC എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ നമുക്ക് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെയും അതേപോലെ തന്നെ 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് LC എന്ന രീതിയിൽ അബ്രിവേറ്റ് ചെയ്യാറ്. ഈ ഒരു വെർനിയർ സ്കെയിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സർവേയിങ്ങിലാണ് വെർനിയർ സ്കെയിൽ അവിടെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അതുപോലെ തന്നെ മെക്കാനിക്കൽ മെഷർമെൻറ്റ്സ്, അതായത് നമ്മളിപ്പോൾ ഒരു മെക്കാനിക്കൽ മെഷർമെൻറ്റ്സ് എടുക്കാമെന്ന് വേണ്ടിയിട്ടും സ്ക്രൂ ഗേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെർനിയർ സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ വെർനിയർ സ്കെയിൽ പറയുന്ന രണ്ട് ടൈപ്പ് വെർനിയർ സ്കെയിലുണ്ട്. ഒന്നാമത്തെ ബാക്ക്വേർഡ് ഓർ റിട്രോഗ്രേഡ് വെർനിയർ, രണ്ടാമത്തെ വന്നിട്ട് ഡയറക്റ്റ് ഓർ ഫോർവേഡ് വെർനിയർ എന്നിങ്ങനെ രണ്ട് ടൈപ്പ് വെർനിയർ സ്കെയിൽസാണ് ഉള്ളത്. സോ ഇവിടെയുള്ള ഫസ്റ്റത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് വെർനിയർ സ്കെയിലാണ്. ഈ ബാക്ക്വേർഡ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ ഡിവിഷൻ N+1 മെയിൻ സ്കെയിൽ ഡിവിഷനെ N വെർനിയർ സ്കെയിൽ ഡിവിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബാക്ക്വേർഡ് വെർനിയർ സ്കെയിൽ എന്ന് പറയുക. ഓരോ വെർനിയർ സ്കെയിൽ ഡിവിഷനും ഓരോ മെയിൻ സ്കെയിൽ ഡിവിഷനേക്കാളും വലുതായിരിക്കും. അങ്ങനെ നമുക്ക് ലെങ്ത് ഓഫ് ഈച്ച് വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് N+1, അതായത് മെയിൻ സ്കെയിൽ ഡിവിഷൻ N+1 ഡിവൈഡ് ബൈ N ഡിവിഷൻസിന് N ഓഫ് MSD, അതായത് നമുക്ക് 1+1 ഡിവൈഡ് ബൈ N ഓഫ് MSD എന്ന രീതിയിൽ വരും. അങ്ങനെ നമുക്ക് ലീസ്റ്റ് കൗണ്ട് LC, നമ്മൾ നേരത്തെ പറഞ്ഞു LC പറഞ്ഞു കഴിഞ്ഞാൽ 1 VSD മൈനസ് 1 MSD ആണ് ലീസ്റ്റ് കൗണ്ട് LC എന്ന് പറയുന്നത്. നമുക്കിവിടെ 1 VSD ഇവിടെ കിട്ടിയിട്ടുണ്ട് മുകളിൽ. അപ്പോൾ ആ ഒരു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1+1/n MSD മൈനസ് 1 MSD എന്ന രീതിയിൽ വരും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/n MSD ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതിലിപ്പോൾ ലീസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ നമുക്കവിടെ കിട്ടി 1/n MSD. ഈ ലീസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ വന്നിട്ട് ലീസ്റ്റ് കൗണ്ടിൻ്റെ ഫോർമുല ഉണ്ടല്ലോ, അതായത് ലീസ്റ്റ് കൗണ്ട് ഈക്വൽ ടു 1 VSD മൈനസ് 1 MSD, ആ ഒരു ഫോർമുലയിൽ ലീസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ ആയിട്ട് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1/n MSD ഈക്വൽ ടു 1 VSD മൈനസ് 1 MSD കിട്ടും. അതിൽ വന്നിട്ട് 1 VSDയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 1 VSD ഈക്വൽ ടു 1/n MSD
ഇവിടുത്തെ -1 MSD വന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ +MSD ആയിട്ട് മാറും 1 MSD. അങ്ങനെ നമുക്ക് 1 VSD = 1/n MSD + 1 MSD ആയിട്ട് കിട്ടുന്നതാണ്. സോ ഇത് വന്നിട്ട് ഒരു ഡിവിഷനിൽ, അപ്പോൾ n ഡിവിഷനിൽ വരുമ്പോൾ n VSD = n+1 MSD ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതായത് n വെർനിയർ സ്കെയിൽ ഡിവിഷൻ = n+1 MSD മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇതുപോലെ തന്നെ ഫോർവേഡ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് ഇതിൽ ബാക്ക്വേർഡിൽ n+1 ആയിരുന്നു, ഇവിടെ വന്നിട്ട് n-1 ആണ്. അതായത് n- മെയിൻ സ്കെയിൽ ഡിവിഷൻ MSDനെ നമ്മൾ n VSD കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറിനാണ് ഇവിടെയും ചെയ്യുക. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ സെയിം വാല്യൂ തന്നെ കിട്ടുക. അതായത് ഇവിടുത്തെ സൈൻ മാത്രം ചേഞ്ച് ചെയ്യും. അതായത് n VSD = n-1 MSD ആയിട്ട് കിട്ടും. അവിടെ നമുക്ക് ബാക്ക്വേർഡ് വെർനിയർ സ്കെയിൽ വന്നിട്ട് n VSD = n+1 MSD. ഫോർവേഡ് വെർനിയർ സ്കെയിൽ വരുമ്പോൾ n VSD = n-1 MSD ആയിട്ടും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ബാക്ക്വേർഡ് വെർനിയർ സ്കെയിൽ ആണെങ്കിൽ ഇതിൻ്റെ വെർനിയർ ഡിവിഷൻസ് വന്നിട്ട് പ്രൈമറി സ്കെയിലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഫോർവേഡ് വെർനിയർ സ്കെയിൽ ആണെങ്കിൽ വെർനിയർ ഡിവിഷൻസ് വന്നിട്ട് മെയിൻ സ്കെയിലിൻ്റെ സെയിം ഡയറക്ഷനിൽ വേണം മാർക്ക് ചെയ്യാൻ. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് വന്നിട്ട് ബാക്ക്വേർഡ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനും ഫോർവേഡ് ആകുമ്പോൾ സെയിം ഡയറക്ഷനിലായിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇനി നമുക്കൊരു പ്രോബ്ലത്തേക്ക് കിടക്കാം. ഒരു ഫോർവേഡ് റിയാക്ഷൻ്റെ പ്രോബ്ലം, ഒരു ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ബാക്ക്വേർഡ് വെർനിയർ സ്കെയിലിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. കൺസ്ട്രക്ട് എ സ്കെയിൽ ഓഫ് RF = 1/2.5 to show decimeters and centimeters and by a vernier to read millimeters to measure up to 4 decimeters and mark on the scale length of 2.26 decimeter and 0.57 decimeter. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു RF റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, അതായത് 1/2.5. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വെർനിയർ സ്കെയിൽ ഡ്രോ ചെയ്യാനാണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അതിൽ വന്നിട്ട് ഡെസിമീറ്റേഴ്സ് സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ വെർനിയർ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് മില്ലിമീറ്റർ കൂടി മെഷർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വെർനിയർ സ്കെയിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ രണ്ട് ലെങ്ത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് 2.26 ഡെസിമീറ്ററും 0.57 ഡെസിമീറ്റർ. ഈ രണ്ട് മെഷർമെൻറ്റ്സ് വന്നിട്ട് അതിൽ മാർക്ക് ചെയ്യുകയും വേണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വെർനിയർ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എത്ര വലുപ്പം നമ്മുടെ സ്കെയിൽ വേണം, മെയിൻ സ്കെയിൽ എത്ര വേണം, അല്ലെങ്കിൽ സ്കെയിൽ എത്ര വേണം എന്നുള്ള അതറിയണം. അതിനുവേണ്ടി നമ്മൾ RF ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലെങ്ത് ഓഫ് സ്കെയിൽ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പായ RF നോക്കാം. RF എന്ന് പറയുന്നത് 1/2.5 ആണ്, ഗിവൺ ഡാറ്റയാണ്. അപ്പോൾ സോ അങ്ങനെ തന്നെ എടുത്തേക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ലെങ്ത് ഓഫ് സ്കെയിലാണ്. ലെങ്ത് ഓഫ് സ്കെയിൽ എത്ര വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഫോർമുല RF × ലെങ്ത് ടു ബി മെഷേർഡ്. ഇവിടെ ലെങ്ത് ടു ബി മെഷേർഡ് പറയുന്നത് മാക്സിമം ലെങ്ത് ആണ്. ആ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 4 ഡെസിമീറ്റർ അപ് ടു 4 ഡെസിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ടു ബി മെഷേർഡ് എന്ന് പറയുന്നത് 4 ഡെസിമീറ്റർ ആണ്. സോ നമുക്ക് ആ ഒരു വാല്യൂസ് ഈ ഒരു ലെങ്ത് ഓഫ് സ്കെയിലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/2.5 × 4 ഡെസിമീറ്റർ വരും. അങ്ങനെ ഈ 1/2.5 × 4 ഡെസിമീറ്റർ നമുക്ക് mm കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 160 mm ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ലെങ്ത് ഓഫ് സ്കെയിൽ വന്നിട്ട് 160 mm ആകും. അപ്പോൾ ആ 160 mm വന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ 160 mm ലെങ്ത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു AB ലെങ്ത്ത് വരുന്ന രീതിയിൽ ഒരു മെയിൻ സ്കെയിൽ നമ്മൾ വരയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ മെത്തേഡിലെല്ലാം പറഞ്ഞ ഒരു ബോക്സ് ക്രിയേറ്റ് ABCD എന്ന രീതിയിലൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് AB വന്നിട്ട് 160 mm ലെങ്ത്ത് വരുന്ന രീതിയിൽ നമ്മൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്കെയിൽ ക്രിയേറ്റ് ചെയ്യണം, മെയിൻ സ്കെയിൽ. ഈ ഒരു മെയിൻ സ്കെയിലിൽ 4 ഡെസിമീറ്റർ വരെയാണ് മാക്സിമം മെഷർമെൻറ്റ് പറഞ്ഞത്. അപ്പോൾ നമുക്കതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോന്നും ഓരോ ഡെസിമീറ്റർ വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം ഓരോ ഡെസിമീറ്ററിലും
നമുക്ക് ഈച്ച് ഡെസിമീറ്ററിലും വന്നിട്ട് 10 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം, അതായത് ഡിവിഷൻസ് ചെയ്യാം. അങ്ങനെ നമുക്ക് 0.1 ഡെസിമീറ്റർ എന്ന രീതിയിൽ, അതായത് 1 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ 10 ഡിവിഷൻസ് ഓരോ ഡെസിമീറ്ററിലും ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്ലെയിൻ സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ വന്നിട്ട് ഓക്കെ ആയി. ഇനി നമുക്ക് വെർനിയർ സ്കെയിലാണ് വരയ്ക്കേണ്ടത്. വെർനിയർ സ്കെയിൽ വരയ്ക്കുമ്പോൾ ഇത് വന്നിട്ട് ബാക്ക്വേർഡ് വെർനിയർ സ്കെയിലാണ്. സോ നമുക്ക് N+1 മെയിൻ സ്കെയിൽ ഡിവിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണോ അതിനേക്കാളും ഒന്ന് കൂടുതൽ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വെർനിയർ സ്കെയിൽ ഡ്രോ ചെയ്യണം. അങ്ങനെ നമുക്ക് സി എന്ന പോയിന്റിൽ നിന്നും ബാക്ക് സൈഡിലേക്കൊരു എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഡിവിഷൻ കൂടുതൽ വരുന്ന രീതിയിൽ N+1 MSD വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെർനിയർ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാം. ഈ കൺസ്ട്രക്ട് ചെയ്ത വെർനിയർ സ്കെയിലിനെ നമുക്ക് വീണ്ടും ഈക്വലി 10 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് ഇതിലെ ഓരോ ഡിവിഷൻസ് എന്ന് പറയുന്നത് 0.11 ഡെസിമീറ്റർ ആയിരിക്കും. അതായത് 1.1 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലായിരിക്കും നമ്മുടെ വെർനിയർ സ്കെയിലിൻ്റെ ഓരോ ഡിവിഷൻസ് ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ വെർനിയർ സ്കെയിലിൻ്റെ കൺസ്ട്രക്ഷൻ ഇതോടെ തീർന്നു. അങ്ങനെ ഇതുപോലെ നമുക്ക് വെർനിയർ സ്കെയിൽ ബാക്ക്വേർഡ് വെർനിയർ സ്കെയിൽ വന്നിട്ട് ഡ്രോ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടായ 2 ലെങ്ത്തുകൾ അതിൽ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2.26 ഡെസിമീറ്ററും അതേപോലെ തന്നെ 0.57 ഡെസിമീറ്ററും. അത് ഇനി നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു സ്കെയിൽ പ്രിപ്പയർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ സ്കെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡെസിമീറ്ററിൻ്റെ സ്കെയിലാണ്. ഈ 4 ഡെസിമീറ്ററിൻ്റെ സ്കെയിൽ നമ്മൾ 4 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഓരോ ഡെസിമീറ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ആ ഓരോ ഡെസിമീറ്ററിലും നമ്മൾ വീണ്ടും 10 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് 0.1 ഡെസിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിവിഷൻസ് ചെയ്തേക്കണം. അങ്ങനെ നമ്മുടെ മെയിൻ സ്കെയിൽ ഓക്കെ ആക്കി. ഈ ഒരു മെയിൻ സ്കെയിലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു 10 ഡിവിഷൻസ്, അതായത് 1 ഡെസിമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ റീഡിങ്സ് മാർക്ക് ചെയ്യുന്നത്. അതായത് അവിടെ 0, 1, 2, 3 ഡെസിമീറ്റർ അങ്ങനെ മെൻഷൻ ചെയ്യുന്നു. ബാക്കിയുള്ള റിമൈനിങ് വന്നിട്ട് അവിടെ അങ്ങനെ വെക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെർനിയർ സ്കെയിൽ വന്നിട്ട് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ അതിൽ വെർനിയർ സ്കെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം N+1 ആയതുകൊണ്ട് നമുക്കിവിടെ 10 ഡിവിഷൻസ് ആണ്. അപ്പോൾ N 10 ആണ്. അപ്പോൾ 11 ഡിവിഷൻസ് ഡിവൈഡ് ബൈ 10 N, അതായത് 10. അപ്പോൾ 11/10 പറയുമ്പോൾ 0.11 ആണ് ഓരോ ഡിവിഷൻസിൻ്റെയും മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 0.11 വരുന്ന രീതിയിൽ 10 ഡിവിഷൻസ് അവിടെ മെഷർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞാൽ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ 0.11, 0.22, 0.33 അങ്ങനെ പോകും. അങ്ങനെ ഈ ഒരു മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഡാറ്റ വരയ്ക്കാം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് 2.26 ആണ് ഡെസിമീറ്ററാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ എന്താണോ ലാസ്റ്റ് ഡിജിറ്റ്, ഇപ്പോൾ ഇതിൽ വന്നിട്ട് 6 ആണ്, ഡെസിമൽ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് 6, ആ 6 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 6 ആണ് വരുന്നെങ്കിൽ നമ്മൾ വെർനിയർ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് 0.11, 0.22, 0.33 അങ്ങനെ വരും. അപ്പോൾ ഇവിടെ 6 വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 0.66 വെർനിയർ സ്കെയിൽ എടുക്കണം. ബാക്കി റിമൈനിങ് വന്നിട്ട് പ്ലെയിൻ സ്കെയിൽ എടുക്കണം. അങ്ങനെയാണ് നമ്മൾ വെർനിയർ സ്കെയിലിൽ മെൻഷൻ ചെയ്യാറ്. അപ്പോൾ 0.6 വന്നിട്ട് നമുക്ക് വെർനിയർ സ്കെയിലിൽ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 0.6 കിട്ടി. ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് 2.26 ഡെസിമീറ്ററിൽ നിന്ന് 0.66 ഡെസിമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും, അതായത് 1.6 ഡെസിമീറ്റർ. അത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ 0യിൽ നിന്നും 1 ഡെസിമീറ്റർ, 1.5, 1.6 ഈ 1.6 ഡെസിമീറ്ററിൽ വന്നിട്ട് അത് മെൻഷൻ ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് മെഷർമെൻറ്റും കൂടിയിട്ട് ഒന്നിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്ത് കിട്ടി, അതായത് 2.26 ഡെസിമീറ്റർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 0.57 ഡെസിമീറ്റർ മാർക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എടുക്കണം, 0.77 ഡെസിമീറ്റർ ആണ് നമ്മൾ വെർനിയർ സ്കെയിലിൽ എടുക്കേണ്ടത്. അപ്പോൾ 0.77 ഡെസിമീറ്റർ വെർനിയർ സ്കെയിലിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് അത് വരുന്ന രീതിയിലുള്ള പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 0.77 ഡെസിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 0.77ഉം അതേപോലെ 0.57 തമ്മിലുള്ള ഡിഫറൻസ്, അതിൽ നിന്നും ഏതൊരു വാല്യൂ കുറച്ചാലാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുക. ആ വാല്യൂ എത്രയാണ് നമുക്ക് അറിയണം. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് കിട്ടും, അതായത് 0.2 ഡെസിമീറ്റർ. ഈ 0.2 ഡെസിമീറ്റർ വന്നിട്ട് മെയിൻ സ്കെയിലിൽ നിന്നും ഈ 0 നിന്നും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും
ഒഴിച്ച് ബാക്കിയുള്ള 0.77 ഡെസിമീറ്ററിൻ്റെ ഭാഗമാണ് നമുക്ക് 0.57 ഡെസിമീറ്റർ ആയിട്ട് കിട്ടുക. അങ്ങനെ നമുക്ക് ആ ഒരു ലെങ്ത്തും ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കവിടെ വെർനിയർ സ്കെയില് ബാക്ക്വേർഡ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ ആദ്യം തന്നെ നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ക്വേർഡ് വെർനിയർ സ്കെയിലാണെങ്കിൽ നമ്മുടെ റീഡിങ്സ് വന്നിട്ട് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ 0 വന്നിട്ട് വെർനിയർ സ്കെയിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും, അതേമാതിരി തന്നെ മെയിൻ സ്കെയിൽ വന്നിട്ട് 0-ൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് റീഡിങ്സ് കൊടുത്തിരിക്കുന്നത്, മെഷർമെൻറ്റ് കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് ഈ ഒരു സെയിം പ്രോബ്ലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോർവേഡ് വെർനിയർ സ്കെയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഫോർവേഡ് വെർനിയർ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അതിൻ്റെ VSDയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ഫോർവേഡ് വെർനിയർ സ്കെയിൽ n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡ് ബൈ n വെർനിയർ സ്കെയിൽ ഡിവിഷനാണ്. അങ്ങനെ വരുമ്പോൾ n ഡിവിഷൻ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് n-1 MSD ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സ്കെയിലെല്ലാം കഴിഞ്ഞ മെത്തേഡിലെ സെയിം പ്രൊസീജിയർ വരെ വരയ്ക്കുന്നു. അതിൽ വന്നിട്ട് വെർനിയർ സ്കെയിലിൽ മാത്രമാണ് ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ അതിൽ വെർനിയർ സ്കെയിൽ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് മാത്രമാണ് ഇതിലെ ഡിഫറൻസ്, ബാക്ക്വേർഡും ഫോർവേഡും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതിൽ വന്നിട്ട് n-1 ഡിവൈഡ് ബൈ n ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ വന്നിട്ട് ഇവിടെ നമ്മൾ n-ൻ്റെ വാല്യൂ, അതായത് n ഡിവിഷൻ എന്ന് പറയുന്നത് 10 ഡിവിഷൻസ് ആണ്. അപ്പോൾ 10-1 9 ഡിവൈഡ് ബൈ 10 എന്ന രീതിയിലാണ് അവിടെ വെർനിയർ സ്കെയിലിൽ ഓരോ ഡിവിഷൻസ് വരിക. അപ്പോൾ 9-1 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 0.09 ഡെസിമീറ്റർ, അതായത് 0.9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 0.9 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.09 ഡെസിമീറ്റർ എന്ന രീതിയിലാണ് നമുക്ക് അവിടെ വെർനിയർ സ്കെയിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ ഡ്രോയിങ്ങിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് വെർനിയർ സ്കെയിൽ വന്നിട്ട്, അതായത് n പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡെസിമീറ്ററിൽ നിന്നും 0.1 കുറച്ച് കഴിഞ്ഞാൽ 0.9 ഡെസിമീറ്റർ വരുന്ന രീതിയിലാണ് ഒരു സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ താഴെ കണ്ടേക്കുള്ള ഒന്ന് കുറവായിരിക്കും മുകളിൽ. ആ ഒരു 0.9 ഡെസിമീറ്ററിനെ നമ്മൾ വീണ്ടും ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു, 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 10 ഡിവിഷൻസ്. അങ്ങനെ നമുക്ക് 0.09 ഡെസിമീറ്റർ അല്ലെങ്കിൽ 0.9 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ നമുക്ക് ഓരോ ഡിവിഷൻസ് കിട്ടും. കഴിഞ്ഞ മെത്തേഡിൽ, അതായത് ബാക്ക്വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് ഈ സെക്കൻഡ് പോയിന്റിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മെയിൻ സ്കെയിൽ വന്നിട്ട് 0 എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് ഫോർവേഡിൽ ചെയ്യുന്നത്. അപ്പോൾ 0, 1, 2, 3, 4 എന്ന രീതിയിൽ മെയിൻ സ്കെയിലിൽ ഡെസിമീറ്റേഴ്സ് മാർക്ക് ചെയ്യുന്നു. അതിൽ ഓരോന്നും വന്നിട്ട് ഓരോ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.1 ഡെസിമീറ്റർ എന്ന രീതിയിലാണ് ഉള്ളിലെ ചെറിയ ചെറിയ ഡിവിഷൻസ്. വെർനിയർ സ്കെയിൽ വരുമ്പോൾ അതിൽ ഓരോ ഡിവിഷൻസും പറഞ്ഞ് 0.09 ഡെസിമീറ്റർ അല്ലെങ്കിൽ 0.9 സെൻറ്റിമീറ്റർ എന്ന രീതിയിലാണ് ഓരോ ഡിവിഷൻസും. അങ്ങനെ ഇതും 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നു ഓരോ ഡിവിഷൻസ്, 10 ഡിവിഷൻസ്. ഇനി നമുക്ക് ആ ഒരു 2 പോയിൻറ്റ്സിൻ്റെ ലെങ്ത്തുകൾ വന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. അതെങ്ങനെ നോക്കാം, ഫോർവേഡിൽ എങ്ങനെയാണ് നോക്കാം. ഇവിടെ വെർനിയർ സ്കെയിലിലെ ഡിവിഷൻസ് എന്ന് പറയുന്നത് 0.9 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.09 ഡെസിമീറ്റർ. അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് 0.18 ഡിവിഷൻ. അങ്ങനെ 0.09 ആഡ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് അവിടെ ഡിവിഷൻസ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 6 വരുന്ന രീതിയിൽ ഏതിലാണോ വരുന്നത് ആ ഒരു പോയിൻ്റ് നമുക്ക് എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ 0.36 വരുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 6 അവസാനം വരും. അങ്ങനെ നമ്മൾ 2.26ൽ നിന്നും 0.36 കുറച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും 1.9 ഡെസിമീറ്റർ. ആ 1.9 ഡെസിമീറ്റർ വന്നിട്ട് മെയിൻ സ്കെയിലിൽ മാർക്ക് ചെയ്യേണ്ട ലെങ്ത്താണ്. അതേപോലെ 0.36 എന്ന് പറയുന്നത് വെർനിയർ സ്കെയിലിൽ മാർക്ക് ചെയ്യേണ്ട ലെങ്താണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2.26 കിട്ടുന്നതാണ്. ഇനി അത് നമുക്കൊന്ന് ഡ്രോയിങ്ങിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് 0.36 ആണ്. അപ്പോൾ നമുക്ക് ആ ഡിവിഷൻസിൽ നിന്നും ഇതിലിപ്പോൾ 0 വന്നിട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും 0.36 വന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യണു. അതിനോടൊപ്പം തന്നെ അവിടെ നിന്നും
എത്രയാണോ 1.9 ഡെസിമീറ്ററാണ് മെയിൻ സ്കെയിലിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂട്ടി മൊത്തത്തിൽ 1.9 ഡെസിമീറ്റർ വന്നിട്ട് അവിടെ മാർക്ക് ചെയ്യണം. അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ 2.26 വന്നിട്ട് മുകളിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അടുത്ത സെക്കൻഡ് കേസായ 0.57 കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ വന്നിട്ട് 7 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 7 വരുന്ന രീതിയിൽ 0.27 ഡെസിമീറ്റർ വെർനിയർ സ്കെയിലിൽ വരുന്ന ആ ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ബാക്കിയുള്ള റിമൈനിങ് എന്ന് പറയുന്നത് 0.57 നിന്നും 0.27 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതായത് 0.3 ഡെസിമീറ്ററാണ്. അത് വന്നിട്ട് നമുക്ക് മെയിൻ സ്കെയിലിൽ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അവിടെ മെയിൻ സ്കെയിലിൽ വന്നിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് എന്ത് ചെയ്യാം, ഈ 3 ഡിവിഷൻസ് അതായത് 0.3 ഡെസിമീറ്റർ കൂടി മാർക്ക് ചെയ്യാം. അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്തുകൊണ്ട് 0.57 ഡെസിമീറ്റർ മാർക്ക് ചെയ്യാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ സ്കെയിൽസ് എന്ന ടോപ്പിക്കിൻ്റെ വെർനിയർ സ്കെയിൽ എന്ന പാർട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 2 ടൈപ്പ് ഉണ്ട്, ഫോർവേഡും ബാക്ക്വേഡും. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, എങ്ങനെ അത് മാർക്ക് ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക. ഒപ്പം തന്നെ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഓൾ.